ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അറിവാണോ വിശ്വാസമാണോ വലുത് എന്നതിനെക്കുറിച്ചാണ്. അല്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, ഞാൻ കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഓരോരോ വിശ്വാസങ്ങളുണ്ട്. പക്ഷേ ഈ വിശ്വാസം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആ വിശ്വാസം നമുക്കുണ്ടായത്, ആ വിശ്വാസം കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് അറിയാം, ബൈബിളിൽ ഒരു 12 വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ചിരുന്ന ഒരു സ്ത്രീയെ യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ച് സുഖപ്പെട്ട ഒരു കാര്യം നമുക്കെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പം അവൾ പറയുന്നുണ്ട്, അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു വിളുമ്പിലെങ്കിലും തൊടുകയാണ് എങ്കിൽ ഞാൻ സുഖപ്പെടുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. എവിടെ നിന്നാണ് അവൾക്ക് ഈ വിശ്വാസം വന്നത് എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കാൻ പോകുന്നത്. നമ്മൾ പഴയ നിയമം എടുത്തു നോക്കുകയാണെങ്കിൽ റൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് റൂത്തിനോട് അമ്മായിയമ്മ പറയുന്നു, നീ ഈ മെതിക്കളത്തിൽ ചെല്ലുക, ബോവാസിൻ്റെ പുതപ്പ് മാറ്റി അതിൻ്റെ കാലിൽ കിടക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കും അത് സെഡ്യൂസ് ചെയ്യാനായിട്ട് പോയതാണ് എന്നാണ് വിചാരിക്കുന്നത്. ഞാനും അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്ന ഒരു സമയത്ത്. എന്നാൽ ഇവർ ബോവാസ് ചോദിക്കും, ഇതാരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ റൂത്ത് പറയുന്ന കാര്യം, നീ ഇത് അങ്ങയുടെ ദാസിയാണ് ഞാൻ, അങ്ങയുടെ പുതപ്പ് വിരിച്ച് എന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുതപ്പ് അല്ലെങ്കിൽ വിങ് അല്ലെങ്കിൽ എന്താ പറയുക, അങ്കി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പഴയ നിയമത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് അത് അധികാരത്തിൻ്റെയും പിന്നെ പൗരോഹിത്യത്തിൻ്റെയും ഒക്കെ അടയാളമായിട്ടുള്ളതാണ് ഈ അങ്കി അല്ലെങ്കിൽ വിങ്സ് അല്ലെങ്കിൽ ഈ വസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബോവാസ് പറയുന്നത്, നീ ഉത്തമയായ ഒരു സ്ത്രീയാണ്, നീ പോവുക, നിനക്ക് ഞാൻ വേണ്ടത് ചെയ്യാമെന്ന്. കാരണം എന്താണ് റൂത്ത് ആഗ്രഹിച്ചത് എന്ന് അല്ലെങ്കിൽ കരുതിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇനി നമ്മൾ സാമുവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ, സാവൂളും ദാവീദിനെ പിന്നെ കൊല്ലാനായിട്ട് എല്ലാ തരത്തിലും ഓടിക്കുന്നു. ഇവർ രണ്ടുപേരുടെ ഒരു ഗുഹയിൽ വരുന്ന ആ സമയത്ത് ദാവീദ് സാവൂളിൻ്റെ വസ്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്കിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്കുന്ന ഒരു കഥ നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വാചകമായിട്ട് ദാവീദ് എഴുതിയിരിക്കുന്നത്, ഈ താൻ ചെയ്ത പ്രവൃത്തിയോർത്ത് ദാവീദ് ദുഃഖിച്ചു എന്നാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അങ്കി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പവറാണ്, അല്ലെങ്കിൽ ആ അധികാരമാണ്. അപ്പോൾ അത് മുറിച്ചെടുക്കുക എന്ന് പറയുന്നത് ആ അധികാരം മുറിച്ചെടുക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സാവൂള് ഇത് മുറിച്ചെടുത്തു എന്നറിഞ്ഞു കഴിയുമ്പോൾ സാവൂളിന് മനസ്സിലായി, എന്നിൽ നിന്ന് അധികാരം ദൈവം എടുത്തു, അത് ഇനി ദാവീദിന് കിട്ടും. അപ്പം പറയുന്നുണ്ട്, ദൈവം നിനക്ക് വരുമ്പോഴത്തേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ദ്രോഹിക്കരുതെന്നാണ് സാവൂൾ അവിടെ പറയുന്നത്. ഇനി നമ്മൾ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ പറയുകയാണ്, നിങ്ങൾക്കായി ഒരു നീതിസൂര്യൻ ഉദിക്കും, അവൻ്റെ അങ്കിയിൽ അവൻ്റെ വിങ്സിൽ രോഗസൗഖ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 12 വർഷമായി രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീക്ക് ഈ കാര്യങ്ങളിലെല്ലാം നല്ലൊരു അറിവുണ്ടായിരുന്നു. അറിവുള്ളത് കൊണ്ട് തന്നെ ഇത് മിശിഹായാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ രോഗസൗഖ്യമുണ്ട് എന്നുള്ള കാര്യം ഈ സ്ത്രീക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈശോയോട് എന്നെ സുഖപ്പെടുത്തണം, എനിക്ക് സൗഖ്യം പ്രാപിക്കണം, ഇങ്ങനെ ഒന്നും ചോദിക്കേണ്ടി ഒന്നും ആവശ്യം വന്നില്ല. നമ്മുടെ വിശ്വാസം അറിവിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എങ്കിൽ നമുക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ഈശോ പോലും അറിയാതെയാണ് രോഗസൗഖ്യം കിട്ടി. ഈശോയാണ് ചോദിക്കുന്നത്, ഇത് എവിടുന്നാണ്, ഇത് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ചോദിക്കുന്ന ആ ഒരു ഇത് വരുന്നത്. അപ്പം അവിടെയാണ് അറിവിൽ നിന്നുള്ള വിശ്വാസം നമുക്ക് എന്താണ് നൽകുന്നത് എന്ന് ഉള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ രക്തസ്രാവക്കാരിയായിട്ടുള്ള സ്ത്രീ സുഖപ്പെട്ടത്. നമുക്കെല്ലാവർക്കും പല കാര്യങ്ങളും വിശ്വസിക്കാം. പല കാര്യങ്ങളും ഇപ്പം ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ ജനിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യനാണ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ്. നമ്മൾ ക്രിസ്ത്യനാണ്, നമ്മളെല്ലാവരും ക്രിസ്ത്യനാണ്. പക്ഷേ നമുക്ക് ആ ഒരു വിശ്വാസം എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വേരുകൾ നമ്മൾ എത്രത്തോളം അന്വേഷിച്ച് പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ അറിവിൽ നിന്നുള്ളതാണ് നമുക്ക് വിശ്വാസമെങ്കിൽ, അറിവിൽ നിന്നും പഠനത്തിൽ നിന്നുമുള്ളതാണ് നമുക്ക് വിശ്വാസമെങ്കിൽ, നമ്മൾ ആരുടെയും മുമ്പിൽ പരാജയപ്പെടുകയല്ല. നമുക്ക് ആരോടും വിശദീകരണം കൊടുക്കേണ്ട വരുന്നില്ല, നമ്മൾ ആരോടും വഴക്കുണ്ടാക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പം പലപ്പോഴും നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ മുൻകാലങ്ങളിൽ
വളരെയധികം വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് വരുന്ന പല ആൾക്കാരും, ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മുസ്ലിം സഹോദരങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും വരുന്നവർ ഒരു പ്രാവശ്യം പോലും ഖുറാൻ എന്നൊരു ഗ്രന്ഥം ഒരു പ്രാവശ്യം പോലും മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതെപ്പോൾ പറഞ്ഞതാണ്, എങ്ങനെ പറഞ്ഞതാണ്, എന്തിനു പറഞ്ഞതാണ്, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരറിവും ഒരിക്കൽ പോലും വായിക്കാത്തവരാണ് ഇതിനെ ഡിഫെൻസ് ചെയ്യാനും ഇതിനെക്കുറിച്ച് വഴക്കുണ്ടാക്കാനും ഇതിനെക്കുറിച്ച് ആർഗ്യുമെൻ്റ് നടത്താനും വരുന്നു. അതിനുശേഷം കലാപം ഉണ്ടാക്കി മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുന്നത്. നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. നിങ്ങൾ എല്ലാവരും, എനിക്കിതേ പറയാനുള്ളൂ, അറിയാൻ ശ്രമിക്കുക, നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, അതിനുശേഷം നിങ്ങളതിൽ വിശ്വസിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വിശ്വാസം തന്നെ നമ്മളെ ഡിഫെൻഡ് ചെയ്തോളും. നമ്മളായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ചോദിക്കാതെ തന്നെ, നമ്മൾ പറയാതെ തന്നെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാകും. അതുകൊണ്ട് ഭൂമിയെ പരത്തിയതോ ഭൂമിയെ ഉരുട്ടിയതോ ഒക്കെ ആരാണെന്നും ഏതാണെന്നും ഒക്കെ നമ്മൾ പറയുന്നതിന് മുൻപ് നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് എവിടെ എഴുതിയിട്ടുണ്ട്, എങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പഠിച്ചിട്ട് പറയുന്നത് വരും തലമുറയ്ക്കും വലിയൊരു അസറ്റ് തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ വിശ്വാസം എന്നത് അറിവിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാകട്ടെ, അത് അന്ധമായിട്ടുള്ളതോ കേട്ടുകേഴ്വിയിൽ നിന്നുള്ളതോ പിന്നെ മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്നുള്ളതോ ആയിരിക്കരുത്. ഇന്നത്തെ കാലത്ത് നമുക്കതിനുള്ള അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു കരുത്തുറ്റ ഒരു വിശ്വാസം, അറിവിലൂന്നിയ ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.